പരയുടെ ദ്വൈതതന്ത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സർവപ്രപഞ്ചവും ഒരു നാൾ ബ്ലാക്ക് ഹോളിൽ ചെന്ന് ചേരും. അവിടെ അന്ധകാരമാണ്, ഏകത്വമാണെന്ന് അവർ പറയുമെങ്കിലും അത് ത്രിഗുണാത്മികയുടെ വശമാണ്. അതായത് അവ്യക്തമായ അവസ്ഥയാണ്. അത് വെറും ഇരുട്ടാണ്, വെറും ഇരുട്ടിലാണ് ചെന്ന് ചേരുക. എന്നാൽ സത്യം എന്ന് പറയുന്നത് ഇരുട്ടല്ല, ഇരുട്ടിനപ്പുറമുള്ള അതിപ്രകാശമായ ഒരു ഇതാണ്. ആ സത്യമെന്ന് പറയുന്നത് നിർഗുണമാണ്, നിരാകാരമാണ്, നിസ്സംഗമാണ്, നിശ്ചലനുമാണ്. അതിന് മറ്റ് വികാരങ്ങളൊന്നും തന്നെയില്ല. മായയാണ് അതിന് വികാരങ്ങൾ ഉണ്ടാക്കിവിടുന്നത്. അപ്പോൾ ആ സത്യം എന്ന് പറയുന്നത് പ്രകാശമാണ്. ഇവിടെ ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് അന്ധകാരമാണ്, അതായത് തമസിൻ്റെ അവസ്ഥയാണ്. അതാണ് അവ്യക്തമായ അവസ്ഥ, ത്രിഗുണാത്മിക. അതുവരെ ദേവിയുടെ തലമാണ്. എന്നാൽ യോഗി അനുഭവിച്ചറിയുന്ന തലം എന്ന് പറയുന്നത് ചിതാകാശത്തിൽ ഈ തുരിയ അവസ്ഥയ്ക്കും അതീതമായി ശൂന്യതയിൽ നിന്നുകൊണ്ട് പ്രകാശത്തിലേക്ക് ലയിച്ചു ചേരുകയാണ്. അതായത് ആ യോഗി ബ്രഹ്മമായി മാറുന്നു എന്ന് സാരം. യോഗിക്കും ബ്രഹ്മത്തിനും പിന്നെ രണ്ടല്ല, അത് ഒന്നായി മാറുന്നു. എന്നാൽ ഈ അവ്യക്തം എന്ന് പറയുന്ന സ്ഥലത്ത് തുരിയാവസ്ഥയിൽ നിൽക്കുന്ന യോഗി, ആ യോഗിക്ക് ഈ അവ്യക്തവും അറിയാം, അപ്പുറത്തെ ആത്മാവിനെയും ബ്രഹ്മത്തെയും അറിയാം. എന്നാൽ അപ്പുറത്തോട്ട് വീണാലോ ആ ബ്രഹ്മം അവനെ വലിച്ചങ്ങെടുക്കും. എടുത്തു കഴിഞ്ഞാൽ അവന് വീണ്ടും പുറത്തോട്ട് വരിക എന്ന ഒരു സംഭവം നടക്കുന്നില്ല, അവൻ ബ്രഹ്മമായിട്ട് മാറും. ഇത് അറിയാവുന്ന ഗുരു അപ്പുറം പോവാതെ അദ്വൈത പദത്തിൽ നിന്നുകൊണ്ട്, കാരണം അവിടെ നിന്നാലേ ഭൗതികതയിൽ ഉള്ളവർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് ആ ഗുരുവിനെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഗുരുതുല്യരായവർ അദ്വൈത പദവിയിൽ തന്നെ നിൽക്കും. വരും തലമുറയ്ക്ക് അവരെ മാർഗം കാട്ടിക്കൊടുക്കുന്നതിന് ആ ഗുരു അദ്വൈത പദത്തിൽ എന്നുമെന്നും ഉണ്ടായിരിക്കും. ഏതൊരു ഗുരുവാകട്ടെ അദ്വൈത പദത്തിൽ നിന്നുകൊണ്ടേ ജ്ഞാനം പകർന്നു കൊടുക്കാൻ സാധിക്കൂ. എന്നാൽ ബ്രഹ്മത്തിലോട്ട് പോയാലോ നിർഗുണനും നിരാകാരനും നിസ്സംഗനുമായ, ഒരിക്കലും ചലിക്കാത്ത സത്യമായി ഏകമായി ആ യോഗി മാറും. അങ്ങനെ പോകുന്നവരുമുണ്ട്. ഗുരുവായി നിന്ന് മാർഗനിർദ്ദേശം നൽകാൻ ആഗ്രഹിക്കുന്ന ഗുരുക്കന്മാരും ഉണ്ട്. ഇതിൽ എവിടെ പോകണമെന്ന് യോഗിയാണ് തീരുമാനിക്കുന്നത്.